ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ രാവിലത്തേക്ക് ഒരു 3 ഗ്ലാസ് അരിയും 1 ഗ്ലാസ് ഉഴുന്നും 2 സ്പൂൺ ഉലുവയും കൂടെ വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. അപ്പം ഞാനിതൊന്ന് കഴുകി അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരച്ചെടുക്കുകയാണ്. ഞാൻ ഇതെല്ലാം കൂടെ മിക്സിയിലോട്ടിട്ട് അല്പം ചോറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് നല്ല രീതിയിൽ അരച്ചെടുക്കുകയാണ്. അധികം അരിയേണ്ട ആവശ്യമില്ല, ഇഡ്ഡലിക്കായതുകൊണ്ട് ഒന്ന് കറങ്ങി എടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഞാനൊരു നുള്ള ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുത്ത് നോക്കാം. അപ്പോൾ അതായത് ഇതുപോലെ മതി, ഇത്ര അരഞ്ഞാൽ മതി. ഇനി ഞാനതൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് വെക്കുകയാണ്. അങ്ങനെ എല്ലാം ഇതുപോലെ അരച്ചെടുക്കുകയാണ്. ഉപ്പും ചേർത്ത് അവിടെ അടച്ച് വെക്കുക കേട്ടോ. അപ്പക്കാരിടണമെന്ന് ആവശ്യമുള്ളവർക്ക് അപ്പക്കാരിടാം. ഞാൻ ഇതിൽ അപ്പക്കാരൊന്നും ഇട്ടില്ല, അല്ലാത്ത പോലെ തന്നെയാണ് ഞാനിത്. ഉപ്പ് മാത്രമേ ഇട്ട് കൊടുത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഞാനിത് അവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി രാവിലെ അത് ഇഡ്ഡലി ചുട്ടെടുക്കാം. അങ്ങനെ രാവിലെ ഞാൻ ഇഡ്ഡലീൻ്റെ പാത്രമൊക്കെ എടുത്ത് അതിൽ എണ്ണയൊക്കെ പുരട്ടിയിട്ടുണ്ട്. ഇനി അത് ഇഡ്ഡലി ഓരോന്നായി ഒഴിച്ച് കൊടുക്കാൻ പോകാം കേട്ടോ. അങ്ങനെ ഓരോ കുഴിയിലും ഇഡ്ഡലി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിറയെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓരോന്നിലും. അപ്പോൾ വലിയ ഇഡ്ഡലി ആയി കിട്ടും. അങ്ങനെ എല്ലാം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അത് നന്നായി വെന്ത് കിട്ടണം. ഇപ്പോൾ ഏകദേശമൊക്കെ ആയി ഉണ്ടാവും. അതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിന് എല്ലാം ഒന്ന് എടുത്ത് ഓരോന്നായിട്ട് പാത്രത്തിലോട്ട് ഇട്ട് നോക്കാം. അങ്ങനെ ഒരു തട്ടിൽ 9 ഇഡ്ഡലി വെന്ത് കിട്ടും കേട്ടോ. ഇങ്ങനെ ഓരോന്നും എടുത്ത് പാത്രത്തിലോട്ട് ഇട്ട് നോക്കാം. അങ്ങനെ എല്ലാ ഇഡ്ഡലിയും ഇതുപോലെ ഒഴിച്ച് ചുട്ടെടുക്കാം കേട്ടോ. ഇഡ്ഡലി ദോശയൊക്കെ ആണെങ്കിൽ രാവിലെ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇത് മാവ് കുഴച്ചെടുത്ത് കളിക്കേണ്ട കാര്യമൊന്നുമില്ല. രാത്രി തന്നെ അരച്ച് വെക്കുകയാണെങ്കിൽ രാവിലെ പെട്ടെന്ന് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാൻ എല്ലാ ഇഡ്ഡലിയും ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഉലുവ ചേർത്തിട്ട് ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ ഇഡ്ഡലി. അപ്പോൾ നമ്മൾ രാത്രി അരി കുതിർത്തുന്ന സമയത്ത് തന്നെ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. വേറെ നമ്മൾ പ്രത്യേകിച്ച് അതിൽ അപ്പക്കാരം അങ്ങനെയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുട്ടികൾക്കൊക്കെ കഴിക്കാനുള്ളതാകുമ്പോൾ അപ്പക്കാരൊക്കെ ചേർക്കുമ്പോൾ വയറിനൊക്കെ പ്രശ്നം വരും. ഇഡ്ഡലിക്ക് ഞാൻ സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഇന്ന് പച്ചക്കറികളൊക്കെ ഇട്ടിട്ട് സാമ്പാർ ഉണ്ടാക്കി. ഞാൻ തേങ്ങയൊന്നും അരച്ചില്ല, അല്ലാതെ തന്നെ ഞാൻ വറവ് ചെയ്തെടുത്താണ്. അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഞാൻ ആദ്യം ഇഡ്ഡലിക്ക് ചട്നിയാണ് ഉണ്ടാക്കൽ, ഇപ്പം ഞാൻ സാമ്പാറാണ് ഉണ്ടാക്കൽ. ഇഡ്ഡലിക്ക് സാമ്പാർ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ എഴുതി അറിയിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.